പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് സന്ദർശനം പൂർണ്ണ പരാജയമാണെന്ന ആക്ഷേപവുമായി രാഷ്ട്രീയ യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് പി ഷൈജൽ. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? പ്രിയങ്ക ഗാന്ധി മാസങ്ങളോളം വയനാട്ടിലേക്ക് വരാതിരുന്നു. വയനാടിൻ്റെ MP എന്ന നിലക്ക് വയനാട് ജില്ലയിൽ ഇടപെടേണ്ട നിരവധി കാര്യങ്ങളുണ്ടായിട്ടും മാസങ്ങളോളം വയനാട്ടിലേക്ക് വരാതിരുന്നു. അവസാനമായി എത്തിയിരുന്നത് മെയ് മാസത്തിലായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഉൾപ്പെടെ 3 മാസങ്ങളോളം ഇവിടെ വരാതിരുന്നു. തുടർന്ന് ആ സമയത്ത് തന്നെ നിരവധിയായ വിഷയങ്ങൾ വയനാട്ടിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ നേരിട്ടൊരു മഹാദുരന്തം, ആ ദുരന്തത്തിൻ്റെ 1ാം വാർഷികം നടന്നു. ആ ജനതയെ ചേർത്ത് പിടിച്ച് എല്ലാവരും മുമ്പോട്ട് പോകുമ്പോൾ ആ വാർഷിക ദിനത്തിൽ പോലും അവർ നമ്മുടെ കൂടെ ഇവിടെ വയനാട്ടിലുണ്ടായിരുന്നില്ല. ഒരു MP എന്ന നിലയ്ക്ക് അവർ ഉണ്ടാവേണ്ടതായിരുന്നു, ഉണ്ടായില്ല. അത് കഴിഞ്ഞു പിന്നീട് വയനാട് ജില്ല ബദൽ റോഡുകളുടെ വിഷയം വളരെയധികം ചർച്ചയാവും. നമ്മുടെ ചുരത്തിലെ മണ്ണിൽ ഇടിച്ചിലോട് കൂടി വലിയ ചർച്ചയിലേക്ക് വന്നു. ആ സമയത്ത് അവരുടെ ഡൽഹിയിൽ നിന്നുള്ളൊരു പ്രസ്താവനയല്ലാതെ ആ വിഷയം ബന്ധപ്പെട്ടുകൊണ്ട് കാര്യക്ഷമമായ ഇടപെടലുണ്ടായില്ല. തുടർന്ന് സർക്കാർ അടിയന്തരമായി നേരത്തെ ചില നിയമക്കുരുക്കളുണ്ടായിരുന്ന കള്ളാടി ആനക്കാമ്പോയിൽ ബദൽ റോഡിൻ്റെ കാര്യത്തിൽ ദ്രുതഗതിയിൽ മുമ്പോട്ട് പോവുകയും ആ റോഡ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുമ്പോഴും അപ്പോഴും MP-യുടെ അസാന്നിധ്യം ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ് വലിയ രീതിയിലേക്ക് വിവാദമായി മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഉടനെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടുകൊണ്ട് MP വയനാട്ടിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ നമ്മൾ അക്ഷരത്തിൽ കണ്ടത് MP വയനാട്ടിലെത്തുമ്പോൾ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഈ കേന്ദ്ര നേതാക്കന്മാർ വന്നിട്ട് സന്ദർശനം നടത്താറുണ്ട്. അങ്ങനെ സന്ദർശനം നടത്തുമ്പോൾ ആ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട സമുദായ നേതാക്കന്മാർ, അതുപോലെ തന്നെ സാമൂഹ്യ നേതാക്കന്മാർ തുടങ്ങിയുള്ള ചില സംഘടനകൾ, ചില പ്രത്യേക വ്യക്തികൾ, ഇവരെയൊക്കെ പോയി കാണുകയും തങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കാണാറുണ്ട്. ആ രീതിയിലേക്ക് മാത്രമായി പോയി ഈ ഒരു വലിയ ആരോപണങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ മാസങ്ങളോടെ വരാതിരുന്നതിന് ശേഷം ഉള്ള വരവും ആ രീതിയിലായിപ്പോയി. കാരണം ഇവിടെ വരുന്നു അദ്ദേഹം, അവർ പത്മശ്രീ ചെറുവൽ രാമേട്ടനെ കാണുന്നു, അതേപോലെ തന്നെ വയനാട് മുസ്ലിം ഓർഫനെ സന്ദർശിക്കുന്നു, സമുദായ നേതാക്കന്മാരായിട്ടുള്ള നോളസിറ്റിയിലെ കാന്തമന വിഭാഗ നേതാക്കന്മാരെ കാണുന്നു, അതുപോലെ ജിഫ്രി തങ്ങളെ ഉൾപ്പെടെ ആളുകളെ കാണുന്നു. അങ്ങനെ ആ രൂപത്തിൽ അവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള സന്ദർശനത്തിനപ്പുറത്തേക്ക് ഒരു MP എന്ന നിലക്ക് വയനാട്ടിൽ ഇടപെടേണ്ട വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ദുരന്ത ബാധിതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിൽ ദുരന്തമുണ്ടായ 1ാം വർഷം കടന്നുപോയി. അവർക്ക് വേണ്ടി ഇന്ത്യയിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു ടൗൺഷിപ്പ്, 410 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് കൽപ്പറ്റ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഒരുങ്ങുന്നുണ്ട്. ഒരു MP എന്ന നിലക്ക് ആ 410 കുടുംബങ്ങളുടെ ആ വീട് എങ്ങനെ നടക്കുന്നു, എവിടെ വരെയായി, എന്താണ് അവസ്ഥ എന്ന് ഒന്ന് പോയി കാണാനോ അത് വിലയിരുത്താനോ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, ദുരന്തബാധിതരായ ആളുകളിൽ കുറച്ച് ആളുകൾ അവർ കണ്ടു. എന്നാൽ അതിലെ 2 ആക്ഷൻ കമ്മിറ്റികളുണ്ട്. അതിൽപ്പെട്ട എല്ലാ ആളുകളെയും കാണുവാനോ സന്ദർശിക്കുവാനോ അവരുമായി ചർച്ച നടത്താനോ അവർ തയ്യാറായിട്ടില്ല. രാഷ്ട്രീയപരമായി അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലേക്ക് ഒരു കാര്യം കൊണ്ടുവന്ന് കുറച്ചുപേരെ മാത്രം കണ്ടുകൊണ്ട് പോയി. ആനക്കാമ്പോയിൽ കള്ളാടി റോഡിൻ്റെ പ്രവൃത്തി ദ്രുതഗതിയിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുക. MP എന്ന നിലക്ക് അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതിരുന്ന MP ജില്ലയിലെത്തിയപ്പോൾ ആ പ്രദേശത്തേക്ക് പോവുകയോ അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല. എന്നാൽ മറിച്ച് രാഷ്ട്രീയപരമായി കോൺഗ്രസ് മുൻതൂക്കം കൊടുക്കുന്ന വേറൊരു ബദൽ റോഡായിട്ടുള്ള പൂയത്തോട് ബദൽ റോഡ് വരേണ്ടത് അനിവാര്യമാണ്. നമ്മളതിനെ സ്വാഗതം ചെയ്യുകയും അതിന് കൂടെ നിൽക്കുന്ന ആളുകളാണ്. എന്നാൽ ആ പ്രദേശം സന്ദർശിക്കേണ്ടായി. അവിടെയും അവർ ചെയ്ത പണി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ മാത്രം കാണുക എന്നുള്ളതല്ലാതെ ആത്മാർത്ഥമായി ആ റോഡിൻ്റെ പ്രവൃത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ട നടപടി അവരുടെ ഭാഗത്തുണ്ടായില്ല. അവർ അവിടെ പോകുന്നു, അവർ ജില്ലാ കളക്ടറെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കൽപ്പറ്റ DFOനെയും മാത്രമാണ് കാണുന്നത്. അല്ലാതെ ആ റോഡിൻ്റെ പ്രവൃത്തിയെ ബന്ധപ്പെട്ടുകൊണ്ട് PWD ഉൾപ്പെടെയുള്ള അത് തന്നെ നിർമ്മാണം മുമ്പോട്ടുള്ള ആളുകൾ ആരും തന്നെ അവർ കാണുന്നില്ല. അപ്പോൾ അവിടെ ആനക്കാമ്പോയിലിൻ്റെ കാര്യത്തിലും അവർ തീരെ പോകുന്നില്ല. ഇവിടെ പൂയത്തോടിൻ്റെ കാര്യത്തിൽ ആളുകളെ വഞ്ചിക്കുന്ന നിലപാടാണ് ഉണ്ടാകുന്നത് അവരുടെ ഭാഗത്തെടുത്തത്. ഇങ്ങനെ ഓരോ ഇഷ്യൂസ് എടുത്ത് പരിശോധിച്ചാലും വയനാടിൻ്റെ ഒരു വിഷയത്തെയും MP എന്ന നിലക്ക് അഡ്രസ് ചെയ്യാൻ പറ്റിയില്ല. 10 ദിവസം വയനാട്ടിൽ നിൽക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ഉപകാരം കിട്ടുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും കാണുന്ന അപ്പുറത്തേക്ക് ഓരോ വയനാട്ടുകാരനും, ഒരു MP എന്ന നിലക്ക് ഓരോ വയനാട്ടുകാരനും അവർക്ക് എന്തെങ്കിലും പരാതി MP-യോട് പറയാനുണ്ടെങ്കിൽ ഞാൻ ഇത്ര സമയം ഓഫീസിനകത്തുണ്ടാവും, 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വയനാട്ടിലെ വോട്ടർമാർക്ക് MP-യെ കാണാനും പരാതി കൊടുക്കാനും നിവേദനം നൽകാനുള്ള അവസരം ഉണ്ടാവുക എന്ന ഒരു സമീപനം പോലും 10 ദിവസം അവരുടെ ഭാഗത്തുണ്ടായില്ല. അപ്പോൾ തികച്ചും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി രാഷ്ട്രീയപരമായി മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു രൂപത്തിലേക്ക് പോയി. നമുക്കറിയാം 19 MP-മാരെയും കേരളത്തിൽ 20 ലോക്സഭാ MP-മാരിൽ 19 പേരെയും നമുക്ക് ആ നിയോജകമണ്ഡല വോട്ടർമാർക്ക് കാണുവാനും അവരുടെ പ്രശ്നങ്ങൾ പറയുവാനും നിവേദനം കൊടുക്കുവാനും ഒക്കെ അവസരം ഉണ്ടാകുമ്പോൾ പ്രിയങ്ക ഗാന്ധി എന്നത് ഒരു ദേശീയ നേതാവ് നിലക്ക് പലപ്പോഴും അതിന് അവസരമില്ല. എന്നാൽ ഇവിടെ വരുമ്പോഴെങ്കിലും
1 മണിക്കൂർ 2 മണിക്കൂറോ ആൾക്ക് പിന്നെ മാറ്റി വെക്കണമായിരുന്നു. അതിന് പോലും തയ്യാറായില്ല എന്നുള്ളത് ഉൾപ്പെടെയുള്ള വളരെ ദയനീയമായ രൂപത്തിലേക്ക് നിങ്ങൾ പിന്നെ മാധ്യമങ്ങൾ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. ഏതെങ്കിലും വയനാടിൻ്റെ പ്രസക്തമായ ഒരു ഇഷ്യൂ അവർ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു MP എന്ന നിലക്ക് മണ്ഡലത്തിൽ ചെലവഴിച്ച ദിവസങ്ങൾ പരിപൂർണ്ണ പരാജയമായിരുന്നു എന്നാണ് രാഷ്ട്രീയ യുവജനതാദളിന് പറയാനുള്ളത്. അവരുടെ രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്ന നിലക്ക് പാർട്ടിക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും ജനങ്ങളെ കാണുവാനും ആവശ്യമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില സംഘടനകളെ കാണുവാനും ആവശ്യമായ കാര്യങ്ങൾ മാത്രം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സന്ദർശനം മാത്രമായി അവരുടെ വയനാട് പ്രവൃത്തി ഒതുങ്ങിപ്പോയി. ഒരു MP എന്ന നിലക്ക് അവരുടെ പിന്നെ വരവും പോക്കും പരിപൂർണ്ണ പരാജയമായി എന്നുള്ളതാണ് രാഷ്ട്രീയ യുവജനതാദളിന് പറയാനുള്ളത്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 10 ദിവസത്തോളം ഉണ്ടായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം കൊണ്ട് സാധാരണക്കാരായ വോട്ടർമാർക്ക് യാതൊരുവിധ ഉപകാരവും ഉണ്ടായിട്ടില്ല എന്നാണ് രാഷ്ട്രീയ യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് PP ഷൈജലിന്റെയും ജില്ലാ നേതാക്കളായ ഷൈജൽ കൈപ്പയുടെയും ഹാറൂൺ റാഷിദിന്റെയും ആരോപണം. കൃഷ്ണേന്ദു C, News 1 കൽപ്പറ്റ.